പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബഹുമാന്യനായ ശ്രീ എം എം ഹസൻ അവരുടെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്ന കിംസ് CMD ഡോക്ടർ MA സഹദുള്ള സാഹിബ് അവരുടെ ബഹുമാന്യനായ ഡോക്ടർ MR തമ്പാൻ സാർ, അദ്ദേഹമാണ് പുസ്തക പരിചയവും പുസ്തക സ്വീകാര്യവും നടത്തുന്നത്. ഗ്രന്ഥകർത്താവ് ശ്രീ നൈനാർ മുഹമ്മദ്, ആമുഖ പ്രസംഗം നടത്താൻ വന്നുകൊണ്ടിരിക്കുന്ന ശ്രീ EM നിധി, സഹൃദയരെ സ്നേഹമുള്ളവരെ, നൈനാർ മുഹമ്മദിൻ്റെ 2 പുസ്തകങ്ങൾ ഇന്നിവിടെ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. അദ്ദേഹം സ്നേഹതീരം എന്ന സംഘടനയുടെ മുൻ സെക്രട്ടറിയാണ്. അപ്പോൾ സ്നേഹതീരത്തിൻ്റെ 15ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ പുസ്തകം പ്രകാശനം ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ മാനിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഈ യോഗം ചേർന്നിരിക്കുന്നത്. 7-ാം തീയതി പെരുന്നാളാകും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇന്നേ വരേണ്ടിയിരുന്നതാണ്. പക്ഷേ ഇന്ന് പെരുന്നാളായതുകൊണ്ട് പലർക്കും വരാൻ അസൗകര്യമുണ്ട് എന്നറിയിച്ചിട്ടുണ്ട്. നൈനാർ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 പുസ്തകങ്ങൾ, ആദ്യത്തെ പുസ്തകം ഭരിക്കപ്പെടാത്ത ദാരിദ്ര്യം എന്നാണ്. ആ പുസ്തകം റിലീസ് ചെയ്യുന്നത് ശ്രീ എം എം ഹസൻ അവരാണ്. അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ KPCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ആ പുസ്തകം റിലീസ് ചെയ്യുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭരണം ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഭരണകർത്താക്കളുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നുള്ളതാണ് ആ പുസ്തകത്തിലൂടെ ഊന്നൽ നൽകുന്നത്. അതുപോലെ തന്നെ മതാന്ധത തളർത്തുന്ന ജനാധിപത്യം, നമ്മുടെ ജനാധിപത്യത്തെ മതാന്ധത തളർത്തുന്നു എന്ന് സ്ഥാപിക്കാൻ ആ പുസ്തകത്തിലൂടെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. മതപരമായ വിഭജനം ജനാധിപത്യത്തിന് ദോഷകരമാണ്. എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ മതപരമായ വിഭജനമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്ന സമയത്ത് അതിൽ വിപ്ലവ പാർട്ടിയൊന്നോ വലതുപക്ഷ പാർട്ടിയൊന്നോ ഇല്ല. എല്ലാവരും അക്കാര്യത്തിൽ മത്സരിക്കുന്നു. നമുക്കറിയാം, മുൻപ് ഒരു ഇലക്ഷനിൽ ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അവയെ ആ ഒരു പ്രചരണമായിരുന്നു. അത് വംശീയ വിഭജനം ഉണ്ടാക്കാൻ ബോധപൂർവം ഒരു വിപ്ലവ പാർട്ടിയിൽ നിന്നും വന്ന കമൻ്റാണ്. അത്തരം കാര്യങ്ങളെല്ലാം ജനാധിപത്യത്തിൽ തളർത്തുന്നുവെന്ന ആ പുസ്തകത്തിലൂടെ ശ്രീ നൈനാർ മുഹമ്മദ് സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ വംശീയ ദേശീയത, വംശീയ വിഭജനത്തിനെതിരെയുള്ള, മത അന്ധതയ്ക്കെതിരെയുള്ള ശക്തമായ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഈ വംശീയ ദേശീയത എന്ന പുസ്തകത്തിലൂടെ തെളിയുകയുണ്ടായി. ഇന്ന് ശാസ്ത്രവും സൃഷ്ടിയും ശാസ്ത്രവും എന്ന പുസ്തകമാണ്. ശാസ്ത്രം എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കിയാലും അവസാനം അത് സൃഷ്ടിയിലാണ് ചെന്നെത്തുന്നത് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളെ സമയത്തോളം സ്നേഹതീരം ഡോക്ടർ സഹദുള്ള സാഹിബ്, അദ്ദേഹം സ്നേഹതീരം എന്ന സംഘടനയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള സൂം മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ കാര്യം അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ടാണ് അന്ന് ആ പ്രസംഗം നടത്തിയത്. ഇന്ന് ഡോക്ടർമാർ പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് സൂറത്തുൽ ബഖറയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. പകർച്ചവ്യാധി വരുന്ന സ്ഥലങ്ങളിൽ നിന്നും ഉള്ള ആളുകൾ പുറത്തോട്ടും പോകാൻ പാടില്ല. പകർച്ചവ്യാധി പിടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളും ചെല്ലാൻ പാടില്ല. ഇന്നത്തെ ഡോക്ടർമാർ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഷാക്കിങ് ചെയ്യാൻ പാടില്ല, മറ്റു കാര്യങ്ങളെല്ലാം കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി പറഞ്ഞെങ്കിലും 1400 വർഷങ്ങൾക്ക് മുമ്പ് അത് ഖുർആനിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ MA സഹദുള്ള സാഹിബ് അന്ന് ഞങ്ങളുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ഊർജ്ജം പകർന്നുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. അതാണ് ഈ ഗ്രന്ഥത്തിലൂടെ ശ്രീ നൈനാർ മുഹമ്മദ് സ്ഥാപിക്കുന്നത്. സൃഷ്ടിയും ശാസ്ത്രവും തമ്മിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മൾ ഒരുപാട് വികസിച്ചു. പണ്ട് കാളവണ്ടിയിലും മറ്റുമൊക്കെ പോയിരുന്ന സമയത്തും വിമാനത്തിലും കാറിലും എല്ലാം പോകുന്നു. എങ്കിൽ പോലും ഇതെല്ലാം അവസാനം സൃഷ്ടാവിലേക്കാണ് ചെന്നെത്തുന്നത് എന്ന് സ്ഥാപിക്കാനാണ് ശ്രീ നൈനാർ മുഹമ്മദ് ശ്രമിച്ചിരിക്കുന്നത്. ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ MR തമ്പാനാണ്. അദ്ദേഹം ഈ പുസ്തകത്തെ അവതരിപ്പിച്ചുകൊണ്ട് വളരെ വിശദമായി സംസാരിക്കും എന്നുള്ളത് കൊണ്ട്
ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ നൈനാർ മുഹമ്മദ് ഡോക്ടർ എം.ആർ. തമ്പാൻ സാറിനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുസ്തകങ്ങളിൽ പലതും ഇപ്പോൾ വേടൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വേടൻ പ്രതിഷേധ ശബ്ദം ഉയർത്തിയിരിക്കുന്നു. താങ്കൾ താങ്കളുടെ എഴുത്തിലൂടെ അത് പറയുന്നു. പല കാര്യങ്ങളും വേടൻ പറയുന്ന വില്ലുവെട്ടി സമരമായാലും അയ്യങ്കാളിയെ അടയാളപ്പെടുന്നതിലായാലും യാസർ അറാഫത്തിനെ അടയാളപ്പെടുന്ന കാര്യമായാലും അതെല്ലാം അത്തരം കാര്യങ്ങളെല്ലാം നൈനാർ മുഹമ്മദിൻ്റെ മുൻപുള്ള പുസ്തകങ്ങളിലെല്ലാം അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയൊരു ചേഞ്ച് വരുത്തുന്നതിനുള്ള ഉത്ബോധനങ്ങൾ വേടന്മാരെ പോലുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നൈനാർ മുഹമ്മദും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാനെൻ്റെ കടമയിലേക്ക് കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ M.M. ഹസൻ മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ശക്തമായ പിന്തുണ ഡോക്ടർ M.R. തമ്പാൻ സാറിനുണ്ടായിരുന്നു. ഈ യോഗത്തിൽ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് പെരുന്നാളിന് പോലും അത് തെന്നൽ ബാലകൃഷ്ണ സാറിൻ്റെ മരണത്തിൽ ആയതുകൊണ്ട് ദുഃഖാചരണമാണ് KPCCക്ക്. അത് ആ ഇതുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം ഇവിടെ എത്തുകയും ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുകയും ചെയ്യുന്നതിൽ ഞങ്ങൾക്കുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ശ്രീ M.M. ഹസൻ അവർകളെ ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ഡോക്ടർ M.I. ഷഹ്റൂർ സാഹിബ്, അതേ സമയം നിങ്ങൾ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മെലിഞ്ഞാന്ന് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന വലിയൊരു ചടങ്ങിൽ വെച്ച് INA ഹീറോ വക്കം ഖാദറിൻ്റെ പേരിലുള്ള നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹം ഈ സമൂഹത്തിൽ ചെയ്ത സേവനങ്ങളെക്കുറിച്ചെല്ലാം നമ്മളിൽ പലർക്കും അറിവുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു 10-25 വർഷക്കാലം ആരംകോ എന്ന കമ്പനിയിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചതിന് ശേഷം ആ അനുഭവ സമ്പത്തുമായി വന്ന് തലസ്ഥാന നഗരിയിൽ കിംസ് ഹെൽത്ത് എന്ന സ്ഥാപനം ആരംഭിക്കുകയും ഇന്ന് ലോകം മുഴുവൻ വ്യാപിപ്പിച്ച് 5000-ഓളം പേർക്ക് ജോലി നൽകുകയും അതോടൊപ്പം തന്നെ തൻ്റെ ജന്മനാടിന് വേണ്ടിയും അല്ലാതെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും ആതുര ശുശ്രൂഷ സേവനത്തിനും രംഗത്തുള്ള സേവനത്തെയും നന്ദിപൂർവ്വം സ്മരിപ്പിച്ചുകൊണ്ട് അതിനു മുമ്പിൽ തലകുലിച്ചുകൊണ്ട് ബഹുമാന്യനായ ഡോക്ടർ ഷഹ്റൂർ സാഹിബിനെ സ്നേഹപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ E.M. നജീബ് ആമുഖ പ്രസംഗം നടത്തുന്നത് സ്നേഹതീരത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ E.M. നജീബാണ്. സ്നേഹതീരത്തിൻ്റെ സെക്രട്ടറിയാണ് ശ്രീ നൈനാർ മുഹമ്മദ് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളുടെ പ്രകാശനത്തിലും സ്നേഹതീരത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ E.M. നജീബ് പങ്കെടുക്കുകയും ശ്രീ നൈനാർ മുഹമ്മദിനെ വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇന്ന് ഈ ചടങ്ങിലും അദ്ദേഹം ആമുഖ പ്രസംഗം നടത്തുവാനായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നു. സ്നേഹതീരം എന്ന കൂട്ടായ്മ, സ്നേഹതീരത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനം നൽകുന്ന, സ്നേഹതീരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്നേഹതീരത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന ശ്രീ E.M. നജീബിൻ്റെ സാന്നിധ്യം ഈ പുസ്തക പ്രകാശന ചടങ്ങിലും ഉണ്ടായത് വളരെ സന്തോഷത്തോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ M.R. തമ്പാൻ, അദ്ദേഹവും സ്നേഹതീരത്തിൻ്റെ സഹയാത്രികനാണ്. 2010 സ്നേഹതീരം രൂപീകരിക്കുന്നത്. 11 ഞങ്ങളൊരു വികസന സെമിനാർ സംഘടിപ്പിച്ചു. പെരുമാതുരയുടെ വേരറിയാൻ വേണ്ടി നടത്തിയ വേര് തേടിയുള്ള ഒരു ചരിത്ര സെമിനാർ. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ലോക പ്രശസ്തനായ ചരിത്രകാരൻ ഡോക്ടർ M.V.S. നാരായണനാണ്. അദ്ദേഹത്തെ സ്നേഹതീരത്തിന് വേണ്ടി ക്ഷണിക്കുകയും അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആദ്യത്തെ 2ാമത്തെ വർഷം മുതൽ തന്നെ നിരവധി പരിപാടികളിൽ സ്നേഹതീരത്തിന് താങ്ങും തന്നതായി നിന്ന ഡോക്ടർ M.R. തമ്പാൻ സാർ നൈനാർ മുഹമ്മദിന് കൊടുക്കുന്ന പ്രോത്സാഹനം വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം ഞാൻ പറഞ്ഞു KPCCയിൽ വെച്ച് റിലീസ് ചെയ്യാൻ തന്നെ കാരണം ഡോക്ടർ M.R. തമ്പാൻ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയദർശിനി പബ്ലിക്കേഷൻ, കോൺഗ്രസിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസിനെ കൊണ്ട് ആ പുസ്തകം റിലീസ് ചെയ്യിപ്പിക്കുകയും 2-3 പുസ്തകങ്ങൾ പ്രിയദർശിനി വഴി നൈനാർ മുഹമ്മദിൻ്റെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനും സ്നേഹതീരത്തിന് നൽകുന്ന പിന്തുണ സ്നേഹപൂർവ്വം സ്മരിച്ചുകൊണ്ട് സ്നേഹതീരത്തിൻ്റെ 15ാം വാർഷികത്തിൽ നൈനാർ മുഹമ്മദിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ ആ പുസ്തകാവതരണം നടത്താനും പുസ്തക സ്വീകരണം നടത്താനും ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ M.R. തമ്പാനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ നൈനാർ മുഹമ്മദ്
സ്നേഹതീരത്തിൻ്റെ മുൻ സെക്രട്ടറിയാണ്. 5 നല്ല ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ഇപ്പോൾ ഇന്നിവിടെ പ്രസിദ്ധീകരിക്കാൻ വേണ്ട 2 പുസ്തകങ്ങളെക്കുറിച്ച് ഡോക്ടർ തമ്മ സാറ് പുസ്തക അവതരണം നടത്തുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. ഈടിറ്റ ഗ്രന്ഥങ്ങൾ രചിക്കുകയും വളരെ ഗഹനമായി വളരെ ആഴത്തിലിറങ്ങി കാര്യങ്ങൾ പഠിച്ച് പുസ്തകം എഴുതുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നൈനാർ മുഹമ്മദ്. ഈ നൈനാർ മുഹമ്മദിനെ ഞാൻ ഔപചാരികമായ ചടങ്ങിൻ്റെ ഭാഗമെന്ന നിലയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹിതരെ സംബന്ധിച്ചിടത്തോളം ഇനി വേറൊരു ഗ്രന്ഥകർത്താവുണ്ട്, പുതുവൽ സഫറുള്ള. കാമിൽ സാഹിബ് ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ സഹോദരൻ. സഫർ 14 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 14 പുസ്തകങ്ങളിലും പല ബുക്കിൻ്റെ റിലീസിൽ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ ഉണ്ട്. ആ പബ്ലിക്കേഷൻ സ്നേഹതീരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായി സ്നേഹതീരം പബ്ലിക്കേഷൻസ് എന്നാണ് അദ്ദേഹം പേരിട്ടിരിക്കുന്നത്. ആ എഴുതിയ പുസ്തകങ്ങളിൽ 10 പുസ്തകങ്ങൾ നമ്മൾ ഇന്ന് ഈ ചടങ്ങ് നടക്കുന്നതെന്ന് അറിഞ്ഞു. ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ചെയർമാന് എൻ്റെ 10 പുസ്തകങ്ങൾ ഈ ചടങ്ങിൽ വെച്ച് നിങ്ങൾ കൊടുക്കണം. എൻ്റെ സഹോദരിയുടെ മോള് ജബീന ടീച്ചറിനെ കൊണ്ട് എന്നെ കൊടുപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാനത് ജബീന ടീച്ചറിനോട് പറഞ്ഞു, 10 പുസ്തകങ്ങൾ ജബീന ടീച്ചറോട് കൊണ്ടുവന്നിട്ടുണ്ട്, അതിപ്പോൾ ചെയർമാനെ ഏൽപ്പിക്കണമെന്ന്. അപ്പോൾ സഫറുള്ളാഹി നൈനാർ മുഹമ്മദും സ്നേഹതീരത്തിൻ്റെ 2 പുസ്തക രചയിതാക്കളാണ്. പിന്നെ ഒരു കവിയത്രിയുണ്ട്, ജസിയ ഷാജഹാൻ. സ്നേഹതീരവുമായി ബന്ധപ്പെട്ടില്ലെങ്കിലും അവരുടേതായ രീതിയിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ജസിയ ഷാജഹാൻ, സഫറുള്ള, നൈനാർ മുഹമ്മദ്, ഇവരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.